നമസ്കാരം. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭരണഘടന, അതിൽ പറയുന്ന സമത്വം, എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ എന്നൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇന്നും നമ്മുടെ നാട്ടിൽ ഒരാളുടെ ജാതി നോക്കി അയാളുടെ യോഗ്യത അളക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ദളിത് മനുഷ്യർക്ക് ഈ നാട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അവകാശമില്ലേ? ഇങ്ങനെയൊരു ചോദ്യം ഇപ്പോൾ വീണ്ടും ചർച്ചയാകാൻ ഒരു കാരണമുണ്ട്. കർണാടകയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നതാണ്. കേവലം ഒരു രാഷ്ട്രീയ തർക്കമല്ല ഇത്, മറിച്ച് കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ വേരൂന്നി കിടക്കുന്ന സവർണബോധത്തിന്റെ വ്യക്തമായ തെളിവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, കർണാടകയിലെ ആഭ്യന്തരമന്ത്രിയും പ്രമുഖ ദളിത് നേതാവുമായ പ്രിയങ്ക് ഖാർഗെ ഒരു ചോദ്യം ചോദിച്ചു. ആരോടാണ് ചോദിച്ചത്? രാജ്യത്തിന്റെ ഏറ്റവും വലിയ അദൃശ്യ ശക്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന RSSനോട്. എന്തായിരുന്നു ആ ചോദ്യം? വളരെ ലളിതവും ന്യായവുമായ ചില ചോദ്യങ്ങൾ. അതായത്, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മറ്റ് ട്രസ്റ്റുകളെയും കമ്പനികളെയും NGOകളെയും പോലെ RSSും നിയമപരമായി രജിസ്റ്റർ ചെയ്യണം. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കണം. ഓരോ ഡൊണേഷനും കൃത്യമായ അക്കൗണ്ട് വേണം. നികുതി വിവരങ്ങൾ സുതാര്യമായിരിക്കണം. ഇതാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും ചോദിക്കാൻ അവകാശമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെങ്കിൽ എന്തുകൊണ്ട് RSSന് ഈ നിയമങ്ങൾ ബാധകമാകുന്നില്ല എന്നതായിരുന്നു പ്രിയങ്ക് ഖാർഗെയുടെ ചോദ്യം. RSSന്റെ സ്വന്തം വാർഷിക റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ അറിയാം, കർണാടകയിൽ മാത്രം 4000-ലധികം ദൈനംദിന ശാഖകളും 1000-ലധികം പ്രതിവാര കൂട്ടായ്മകളും നടക്കുന്നുണ്ട് എന്നത്. ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് കൊണ്ട് നടക്കുന്ന ഒരു സംഘടനയുടെ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണം എന്ന് പറയുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ BJPക്കോ RSSനോ കഴിഞ്ഞിട്ടില്ല. പകരം അവർ എന്താണ് ചെയ്തത്? അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും ക്രൂരമായ ഭാഗം വരുന്നത്. BJP MP-യായ രമേശ് ജിഗച്നാക്കി പ്രിയങ്ക് ഖാർഗെയെ നേരിട്ടത് വ്യക്തിപരമായോ ജാതീയമായോ അധിക്ഷേപിച്ചുകൊണ്ടാണ്. ദളിതർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പരസ്യമായി ചോദിക്കുന്നത്. ഇനി രാഷ്ട്രീയത്തിലെ ഈ സവർണബോധം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ദളിത് പിന്നാക്ക വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്നത് എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ ഒന്ന് പരിശോധിക്കാം. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് നാം ഇപ്പോൾ കാണുന്ന നീറ്റ് പരീക്ഷാ വിവാദങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ഈ നീറ്റ് പരീക്ഷയിലൂടെ സംഭവിക്കുന്നത്? പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും ഒരു വശത്ത് നടക്കുമ്പോൾ, അതിന്റെ മറുവശത്ത് വളരെ ആസൂത്രിതമായി നടക്കുന്നത് പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണ അട്ടിമറിയാണ്. RSS പണ്ട് മുതലേ പരസ്യമായി എതിർത്തിട്ടുള്ള ഒന്നാണ് സംവരണം. അവർ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് മെറിറ്റ് എന്ന വാദമാണ്. പക്ഷേ ഈ പറയുന്ന മെറിറ്റ് ആർക്കാണ് അനുകൂലമായി വരുന്നത്? കോടികൾ മുടക്കി കോച്ചിങ് സെന്ററുകളിൽ പോകാൻ സാധിക്കുന്ന സാമ്പത്തിക ഭദ്രതയുള്ള സവർണ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ കേന്ദ്രീകൃത പരീക്ഷകൾ പ്രയോജനപ്പെടുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു ദളിത് അല്ലെങ്കിൽ OBC വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഈ വലിയ മാഫിയയോട് മത്സരിക്കാൻ സാധിക്കുക? തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ നീറ്റ് പരീക്ഷയെ തുടക്കം മുതലേ എതിർക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം മെഡിക്കൽ വിദ്യാഭ്യാസം എന്നത് പണമുള്ളവന്റെയും ഉയർന്ന ജാതിക്കാരന്റെയും മാത്രം കുത്തകയായി മാറ്റാനുള്ള ഒരു സവർണ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത്. പരീക്ഷകളിൽ ക്രമക്കേട് നടത്തി സ്വന്തക്കാർക്കും പണമുള്ളവർക്കും റാങ്കുകൾ വാരിക്കോരി കൊടുക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച സാധാരണക്കാരായ പിന്നാക്ക വിദ്യാർത്ഥികളാണ് തെരുവിൽ കരയേണ്ടി വരുന്നത്. സംവരണം ഇല്ലാതാക്കാൻ നേരിട്ട് ശ്രമിച്ചാൽ വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് നീറ്റ് പോലുള്ള കേന്ദ്രീകൃത പരീക്ഷകൾ കൊണ്ടുവന്ന് സാധാരണക്കാരുടെ മെഡിക്കൽ സ്വപ്നങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് പരോക്ഷമായി സംവരണത്തെ അട്ടിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കർണാടകയിൽ RSSന്റെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ച് ഒരു ദളിത് നേതാവ് ചോദ്യം ചോദിച്ചപ്പോൾ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതും ഈ നീറ്റ് പരീക്ഷാ ചതിയിലൂടെ പിന്നോക്കക്കാരുടെ ഡോക്ടർ ആകാനുള്ള അവസരങ്ങൾ
ഇല്ലാതാക്കുന്നതും ഒരേ ചിന്താഗതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതായത് അധികാരം, പണം, വിദ്യാഭ്യാസം, സംഘടനകളുടെ താല്പര്യങ്ങൾ ഇതൊന്നും താഴെത്തട്ടിലുള്ള ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന ചിന്ത. രാജ്യത്ത് ദളിതർക്കെതിരെ നടക്കുന്ന വലിയ ജാതി അതിക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കേസുകൾ പരിശോധിച്ചാൽ ഇതിന്റെ പല കണ്ണികളും ചെന്നെത്തുന്നത് ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്ന നേതാക്കളിലേക്കോ അവരുടെ പോഷക സംഘടനകളിലേക്കോ ആണ്. ഉത്തർപ്രദേശിലെ ഹത്രസിലും ഗുജറാത്തിലെ ഉനയിലും ഒക്കെ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ കർണാടകയിലെ BJP നേതാവ് മറ്റൊരു ഭീഷണി കൂടി മുഴക്കുന്നുണ്ട്. RSSനെതിരെ രംഗത്ത് വന്നവരാരും ചരിത്രത്തിൽ രക്ഷപ്പെട്ടിട്ടില്ലത്രേ. ഇതൊരു വെറും വാക്കല്ല. ജനാധിപത്യപരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ദളിത് ശബ്ദങ്ങളെ ഭയപ്പെടുത്തി ഇല്ലാതാക്കാനും വിദ്യാഭ്യാസത്തിലൂടെയും രാഷ്ട്രീയത്തിലൂടെയും മുന്നോട്ട് വരുന്ന പിന്നോക്കക്കാരെ ഒതുക്കാനുമുള്ള കൃത്യമായ ആസൂത്രിത ശ്രമമാണ് ഇത്. ഇവിടെയാണ് നമ്മൾ RSSന്റെ ജാതി രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യേണ്ടത്. RSS എപ്പോഴും പറയാറുള്ളത് എന്താണ്? ഞങ്ങൾ ജാതിക്ക് അതീതരാണ്, ഹിന്ദു ഐക്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെയാണ്. ഭാരതീയ സമൂഹത്തെ ഒന്നിപ്പിക്കാനാണ് അവർ ശാഖകൾ നടത്തുന്നതെന്നാണ് വാദം. പക്ഷേ സംഘടനയുടെ തലപ്പത്തേക്ക് നോക്കിയാൽ ഈ വാദത്തിന്റെ പൊള്ളത്തരം മനസ്സിലാകും. 1925 RSS രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ അതിന്റെ പരമാധികാരിയായ സർസംഘ ചാലക സ്ഥാനത്ത് ഇരുന്നവരുടെ ചരിത്രം എടുത്തു നോക്കൂ. KB ഹെഡ്ഗേവാർ, BS മൂൺജെ, MS ഗോൾവാർക്കർ തുടങ്ങി നിലവിലെ മോഹൻ ഭാഗവത് വരെ ഉള്ളവർ ഏത് ജാതിയിൽപ്പെട്ടവരാണ്? മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റുയർന്ന സവർണ ജാതികളിൽപ്പെട്ടവരോ മാത്രമാണ് എപ്പോഴും സംഘടനയുടെ നിയന്ത്രണം കൈയാളുന്നത്. ഒരു ദളിത് പശ്ചാത്തലത്തിലുള്ള വ്യക്തിക്കോ താഴെത്തട്ടിലുള്ള ഒരാൾക്കോ RSSന്റെ നയരൂപീകരണത്തിന്റെ തലപ്പത്ത് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് താഴെത്തട്ടിൽ ശാഖകളിൽ വടിയും പിടിച്ച് നടക്കാൻ ദളിത് OBC വിഭാഗത്തിൽപ്പെട്ട യുവാക്കളെ വേണം. അവർക്ക് വേണ്ടി തെരുവിൽ അടിപിടി കൂടാനും അക്രമങ്ങൾ നടത്താനും തട്ടിലുള്ളവരെ വേണം. പക്ഷേ സംഘടനയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ഈ ദളിത് മനുഷ്യർക്കൊന്നും അവിടെ സ്ഥാനമില്ല. ഇതൊരു തരം ഉപയോഗിച്ച് വലിച്ചെറിയൽ രാഷ്ട്രീയമാണ്. ഹിന്ദു ഐക്യം എന്ന് പ്രസംഗിക്കുമ്പോഴും ഉള്ളിൽ സവർണ മേധാവിത്വം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് RSSന്റെ ഘടന. ഇനി പ്രിയങ്ക് ഖാർഗെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ജാതി അധിക്ഷേപവും ഭീഷണിയും ആയുധമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭരിക്കാനുള്ള ശേഷി ദളിതനായ പ്രിയങ്കനില്ലെങ്കിലും മല്ലികാർജുൻ ഖാർഗെയുടെ മകനായതുകൊണ്ട് മാത്രം മന്ത്രിയായതാണെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. ചോദ്യം ചോദിക്കുന്നവന്റെ യോഗ്യത അളക്കാൻ അവന്റെ ജാതി തിരയുന്ന ഈ മനസ്സിനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഒരു ദളിതന് RSSൽ എന്താണ് കാര്യം? അവിടെ അവർക്ക് വല്ല പ്രസക്തിയുമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുറത്തു വരുന്നത് ഇവരുടെ ഉള്ളിലിരിപ്പാണ്. വാക്കിലും പ്രവൃത്തിയിലും ഇവരുടെ തനി നിറം ഇവിടെ വ്യക്തമാവുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി BJP നേതാവ് പറയുന്നുണ്ട്. അതൊരു ഭീഷണിയാണ്. RSSനെതിരെ രംഗത്ത് വന്നവർ ആരും ചരിത്രത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. ഇതൊരു വെറും വാക്കല്ല. ജനാധിപത്യപരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ദളിത് ശബ്ദങ്ങളെ ഭയപ്പെടുത്തി ഇല്ലാതാക്കാനും നിശബ്ദരാക്കാനുമുള്ള കൃത്യമായ ആസൂത്രിത ശ്രമമാണ്. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി ആരോടും എന്തും പറയാമെന്നോ ആരെയും ഭയപ്പെടുത്താമെന്നോ ഉള്ള വിചാരം ജനാധിപത്യത്തിന് ഒട്ടും നല്ലതല്ല. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ജാതി അധിക്ഷേപവും ഭീഷണിയും ആയുധമാക്കുന്ന BJPയുടെ ഈ സവർണ രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തിയേ മതിയാകൂ. അതുകൊണ്ട് കേവലം വാർത്തകൾ കണ്ട് കടന്നു പോകാതെ ഇത്തരം ജാതീയമായ അധിക്ഷേപങ്ങൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? RSSന്റെ ഈ ജാതി രാഷ്ട്രീയത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.